ഗർഭിണിയായ ഭാര്യയ്ക്കില്ലേ സ്വന്തം കയ്യാലെ ചെയ്തു കൊണ്ടുവന്ന നല്ല ക്രീമി ടെക്സ്ചറാണ്. ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഉപ്പുണ്ട്, ക്രീമിയാണ്, പെർഫെക്റ്റ്ലി എല്ലാം കുക്കാണ്. സ്നേഹവും ഇത്ര കഴിച്ചപ്പോഴേ വയറങ്ങ് നിറഞ്ഞു. ഗൈസ് നമ്മൾ അങ്ങനെ ടേസ്റ്റി നിപ്പിൾസിന്റെ മറ്റേ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയൊക്കെ ഉണ്ടാക്കുന്നത് 2 എണ്ണം മേടിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഇന്റർവ്യൂ എടുക്കാനാണ് വന്ന് ഷോപ്പിങ്ങിനാണ് കേട്ടോ. എന്താ കുഞ്ഞ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പാസ്തക്കുള്ള സാധനം അല്ല ഇൻഗ്രീഡിയൻസ് മേടിക്കാൻ വന്നതാണ്. എന്തൊക്കെയാണ് ഉള്ളത്? അത് പിങ്ക് കൊച്ചിനെ അറിയാവൂടാ. നല്ല കേട്ടോ. ഞാനും വന്നു പിന്നെ ഞങ്ങള് കാറിലിരിക്കുവാണ്. അവര് സാധനം മേടിക്കാൻ പോയിരിക്കാണ്. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ടോ നിന്നെ കാണുന്നത്? എന്നെ കൊറേ വട്ടം കണ്ടിട്ടുണ്ട്. കുറച്ചു നാളായല്ലേ? ചുമ്മാ ഇരിക്കട്ടെ. ഓക്കെ ഇരിക്കട്ടെ. അപ്പം നിങ്ങള് എന്റെ പേര് ഞാൻ എന്നാലും പറഞ്ഞുതരാ. ആദ്യ പേജ് എന്നാണ്. വീട്ടില് അല്ലു എന്ന് വിളിക്കും. നല്ല ഞാൻ ആദ്യമായിട്ടാണ് സാധനം മേടിക്കാൻ പറഞ്ഞത്. പാസ്തയൊക്കെ ഉണ്ടാക്കി സാധനം മേടിക്കാൻ പറഞ്ഞത്. പക്ഷെ മേടിക്കാൻ പോയിട്ടില്ല. കാർ ഇവനെ ഇരുത്തി. ഇവൻ അലുമ്പായതുകൊണ്ട് ഇവനെ കാറി ഇരുത്തിയിട്ടാണ് പോയത്. പിന്നെ അപ്പൊ പറ ഇനി നമ്മള് സാധനമൊക്കെ മേടിച്ചിട്ട് ഈ കുഞ്ഞ പല അലുമ്പത്തിനും എന്റെ വീഡിയോ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. ഇത് എന്റെ ചാനലാണ്, നിന്റെ ചാനലല്ല. കുഞ്ഞയുടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. കുഞ്ഞയുടെ ചാനൽ എന്ന് വെച്ചാൽ തന്നെ മക്കളെ തന്നെ. അപ്പം കുഞ്ഞയുടെ ചാനല് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ കൂടെ അമർത്തിയ സന്തോഷം. പറ അവര് സാധനം മേടിച്ചിട്ട് വന്നു. ഇനി നമ്മള് വീട്ടിൽ പോയിട്ട് ഗൈസ് നമ്മൾ അങ്ങനെ ടേസ്റ്റി നിപ്പിൾസിന്റെ മറ്റേ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയൊക്കെ ഉണ്ടാക്കുന്നത് 2 എണ്ണം മേടിച്ചു. ചിക്കൻ സ്റ്റൂവും കപ്പ ബിരിയാണി. അപ്പൊ നമ്മൾ ചിക്കൻ സ്റ്റൂ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് മേടിക്കുന്നതാണ്. എത്ര സമയം ഇട്ടിരിക്കണം? അങ്ങനെ ഉണ്ടോ? 5 മിനിറ്റ്. 5 മിനിറ്റിന്റെ ഉള്ളിൽ ചിക്കൻ സ്റ്റൂ. ഈ വീട്ടില് ഇങ്ങനത്തെ 2 ആൾക്കാരൊക്കെ വന്ന പിന്നെ കാത്തു എന്ത് ചെയ്യുന്നടി? ചിക്കൻ കട്ട് ചെയ്യാണ് പാസ്തയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മള് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ചൂടുവെള്ളം കളഞ്ഞിട്ട് ഓഫ് ചെയ്തു. അതൊന്ന് തണുക്കണോ അല്ലേ? ഇവൻ അങ്ങോട്ട് മേളിലാക്കി. ഇവൻ കാരണം വ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ല. ഇവ അലുമ്പ് ഭയങ്കര ബഹളം, ഭയങ്കര നോയിസ് പൊല്യൂഷൻ. നമ്മൾ ചിക്കൻ സ്റ്റൂ പൊട്ടിച്ച് നോക്കാൻ പോവാണ്. ഒരു രക്ഷയില്ല. അല്ലു നോക്കിക്കോ, കണ്ട നമ്മൾ ഉണ്ടാക്കാതെ ചിക്കൻ സ്റ്റൂ പറഞ്ഞത് ഇപ്പം മാജിക് ആണ്. ഓ അമ്മ നോക്കമ്മ, നല്ല മണം. മണപ്പിച്ച് നോക്കടാ. നല്ല മണമില്ലടാ.
കറിയുടെ മണം പോലെ തന്നെ കറി തന്നെ. കറക്റ്റ് സ്റ്റൂവിന്റെ തേങ്ങ ചിക്കൻ റെഡി. ചിക്കൻ അതിനെ കാത്തു ചിക്കൻ ചിക്കൻ കട്ട് ചെയ്ത് guys. നമ്മൾ കപ്പ ബിരിയാണിയുടെ കൂടെ മേടിച്ചു അത് പക്ഷെ അത് നാളെ നാളെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വരാനാ. ഇന്ന് ഞാൻ പൊട്ടിയെടുത്തിട്ടുണ്ട്. ഓ അടിപൊളിയോ. പക്ഷെ ഉപ്പ് കുറച്ച് നമ്മളെ അമ്മി ഇങ്ങനെ ദൂരോട്ടൊക്കെ യാത്രയൊക്കെ പോകുമ്പോ ഒരു കെറ്റിലിനകത്ത് ചൂടാക്കിയാൽ മതി. ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കറക്റ്റ് കറി ഉണ്ടാക്കിയല്ലേ കണ്ടോ. ഒന്ന് ചൂട് വെള്ളത്തിൽ ഇട്ടതേ ഉള്ളൂ. ഇനി കുരുമുളക് എന്തെങ്കിലും വേണേ നമുക്ക് എരിവ് കൂട്ടണം അങ്ങനെയുള്ള എന്തെങ്കിലും ഇടണം കേട്ടോ. കുരുമുളക് വേണം നമുക്ക് ആഡ് ചെയ്യാം. വേണ്ട കൊച്ചിട്ട് ആടിച്ചതാ. നാമ കൊള്ളിയാ. നിനക്ക് തരുന്നില്ല. വേണമെങ്കിൽ വേണ്ട. കുറച്ചും കൂടെ വേണേ നമുക്ക് എരിവൊക്കെ അതൊക്കെ അങ്ങനെയുള്ള സാധനം ആഡ് ചെയ്യാം. അതിന് ചൂട് ഇവൻ നേരത്തെ കുറ്റം പറയാനായിട്ട് വാവ്. ഓ ഇത് ചിക്കൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. ക്വാണ്ടിറ്റി കുറച്ച്. രണ്ടുപേർക്ക് എത്ര രൂപ ഇത്? 290 രൂപ അല്ല ഇത് 290. കറിയാ മറ്റേത് വേറെ റേറ്റ് ആയിരിക്കും. വളരെ അവിടെ ചിക്കന് ഒന്നും കൂടെ വാഷ് ചെയ്യുന്നു. ആരാണോ എടുക്കുന്ന അവര് ആ മൈക്കങ്ങ് വെച്ചോ. നീ വൈ മൈക്ക് അല്ല അവളടുത്ത് സംസാരിക്കല്ലേ കേൾക്കൂല. തൂ ആദ്യം പാസ്ത ചൂടാക്കണം. യെസ് ആക്ച്വൽ കുക്കിംഗ് ബിഗിൻസ്. ഓ ഷെഫ് പറ എക്സ്പ്ലെയിൻ. ആദ്യം എന്തൊന്ന് പാസ്ത ചൂടാക്കണം. ഓക്കെ ആദ്യം പാസ്ത ചൂടാക്കാൻ പോവുകയാണ് ഗൈസ്. പാസ്ത കുക്ക് ചെയ്യണം ചൂടാക്കാൻ. വെള്ളം ആഡ് ചെയ്യുന്നു. പാസ്ത കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെള്ളം ബോയിൽ ചെയ്യണം. നമ്മൾ എത്ര പാസ്ത എടുക്കണം? വിശപ്പ് സഹിക്കാനാവാതെ ഗൈസ് നന്ദു ചപ്പാത്തിയും പാസ്ത ഉണ്ടാക്കുന്നവരെ ആദ്യം പാസ്ത കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചൂടുവെള്ളം വെച്ചില്ലേ, ചൂടുവെള്ളം വെച്ച് അതിൽ നമ്മൾ ഉപ്പ് ഇടുകയാണ്. വെള്ളം തിളച്ചപ്പോ കുറച്ച് ഉപ്പ് കുറച്ചിട്ടേ, കാരണം നമ്മൾ ബട്ടർ വാങ്ങിച്ചില്ലേ സോൾട്ടഡ് ബട്ടർ ആണ്, അപ്പൊ മേ ബി അതിനകത്ത് ഉള്ള ഉപ്പ് കാണും. രാഹുലിന് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും, സൺഫ്ലവർ ഒഴിക്കും കുറച്ച് സ്റ്റിക്ക് ആവാതിരിക്കാൻ. കുറച്ച് ഓയിൽ, വേറെ ഒന്നുമല്ല, ഇത് തമ്മിലേ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് പേരിന് വെറുതെ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. തമ്മിലേ സ്റ്റിക്ക് ആവൂല, ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പാസ്തയുടെ മാക്സിമം കുക്കിംഗ് ടൈം 10 to 12 minutes ആണ്. ഇത് പല പാസ്തയ്ക്ക് പലതാണ്, അപ്പോൾ ചിലതിൻ്റെ പാക്കിങ്ങിൽ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഇതിൽ എഴുതിയിട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. മാക്സിമം 10 to 12 minutes ആണ് ഒരു പാസ്തയ്ക്ക് കുക്കിംഗ് ടൈം. പക്ഷെ നമുക്ക് അത്രയും കുക്ക് ചെയ്യേണ്ട, ഒരു 8 minutes കുക്ക് ചെയ്താൽ മതി, കാരണം നമ്മൾ ക്രീമിൻ്റെ കൂടെ ഇട്ട് വീണ്ടും കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട്. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇവരും തിന്നാണ് ശരി കൂടെ. അമ്മ രാവിലെ എണീറ്റിരുമ്പോ നമ്മളിവിടെ നിൽക്കുള്ളൂ. അമ്മ 5 മണിക്ക് എണീക്കല്ല, നമ്മളിവിടെ അടുക്കളയിൽ നമുക്ക് അപ്പഴി തന്നെ കുളിച്ച ഒന്ന് ഇളക്കണം അല്ലേ? ജസ്റ്റ് ഒന്ന് ഇളകി വിടാം, സോൾട്ട് ഇട്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ 2 മിനിറ്റ് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളകി വിടാം, തമ്മിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ഒരു ഫുൾ പാസ്ത നമ്മൾ അല്ലാണ്ട് കുറച്ചുണ്ടായിരുന്നു, ഇവരെ കൊണ്ട് അത്രയും മണിക്കൂർ അവിടെ നിൽക്കണ്ട. അതൊന്ന് ബോയിൽ ആവട്ടെ. അടുത്ത് നമ്മൾ ചിക്കൻ പാസ്ത എല്ലാം ഉണ്ടാക്കണേ, അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് കുറച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പം
വേറെ ഒന്നുമില്ല, ജസ്റ്റ് കുരുമുളകും ഉപ്പും മാത്രം. എന്നിട്ട് ഫ്രൈ ചെയ്തിടും. എന്നിട്ട് ജസ്റ്റ് ബട്ടറിലിട്ട് ബട്ടറും കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഓക്കെ ഒരു ബേസിക് ആയിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അത്ര തന്നെ. സൺഫ്ലവർ വാങ്ങിച്ചല്ല നമ്മളൊന്നും. കുരുമുളക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് കുരുമുളക് ഇഷ്ടമാണ്, നിനക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വേറെ ഓർഗാനോ സ്പൈസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. റെസിപ്പീസ് നോക്കി അത് മാത്രമാണ് മേടിച്ചത്. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട്. എന്നിട്ട് ഉപ്പ്, കുരുമുളക്, ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാനായിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ. ഷെഫും ആള് മാറി. നമ്മളിതാ പാസ്ത എന്തോ വേവിച്ച് കഴിഞ്ഞു. ഇനി അതൊന്ന് നമ്മൾ കുറച്ച് തണുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ സോസും ചിക്കനും നമുക്ക് റെഡിയാക്കാം. പക്ഷെ രസമുണ്ട്, പല കളറുകളും. അതൊരു ഭംഗിയുണ്ട് കാണാൻ. പറയില്ല ക്യാമറ വരുമ്പോൾ ഒന്നും പറയില്ല. ക്യാമറയ്ക്ക് ഇനി നമ്മൾ എന്താണ് രാഹുൽ ചെയ്യാൻ പോകുന്നത്? പാസ്തയൊക്കെ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി ബട്ടർ അപ്ലൈ ചെയ്തു. ബട്ടർ ഇട്ടു. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ പ്രൊമോഷൻ കൊടുക്കുന്നില്ല. ആർക്കും പ്രൊമോഷൻ കൊടുക്കുന്ന രാഹുൽ ഇഷ്ടമല്ല. അതെന്താണ് ഷെഫ്? നമ്മളെ കൊളാബ് പൈസ എന്നാലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ അല്ലേ? ഒന്നും ഫ്രീ സർവീസ് കൊടുക്കാറില്ല. ഇനി എന്തുവാ രാഹുൽ? കുറച്ച് ഗാർലിക് നമ്മൾ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചിക്കൻ ടേസ്റ്റിനകത്തോട്ടൊന്ന് ആവാൻ വേണ്ടി എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് മാരിനേറ്റ് ടോസ്റ്റ് ചെയ്ത്. ഇതിൽ നമ്മൾ എന്തൊക്കെ ഇട്ട്? ഇതിനകത്ത് ഇപ്പം കുരുമുളക്, ഉപ്പ്, ഉപ്പുമാണെന്ന് തോന്നുന്നു, വിനീഗർ ഒഴിച്ചോന്ന് അറിയത്തില്ല. അകിലിട്ട് ശ്രീലാൻഡ് വന്നു ഗൈസ് പാസ്ത തിന്നാൻ വേണ്ടി. 11 മണിയായപ്പോൾ, രാത്രി 11 മണിയായപ്പോൾ ശ്രീലാൻഡ് എത്തി. കിച്ചു ഉണ്ട് ഗൈസ്. അല്ല ഇത്രേ ഉള്ളൂ ചിക്കൻ. ഇത് വെളുത്തിലും കുറച്ച് ഇട്ടത് ഇട്ടോ. അത് ഇട്ടോ, ഫ്രൈ ചെയ്തെടുത്താൽ ബട്ടർ ഇട്ടാ മതി. ബട്ടർ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു, അല്ലെങ്കിൽ ബട്ടർ ബേണായി പോവില്ലേ? ബട്ടറിന്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഇട്ടു. ഇവിടെ 2 ഷെഫാണ് ഗൈസ്. ഒരു രാഹുൽ ഷെഫ്, ഒരു അഖിൽ ഷെഫ്, ഞാൻ ക്യാമറാമാൻ, നന്ദു. ഇവരുണ്ടല്ലേ 6, 7, 8, 9. കറക്റ്റ് ആ ഡേറ്റിൽ വല്ല ഷോയും പരിപാടി നോക്കി ഉറപ്പല്ലേ? ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചു. എവിടെയാ അമ്മ എടുക്കണേ ഉള്ളൂടാ. അടുത്ത് നമ്മൾ എൻ്റെ ഇത് ഉണ്ടാക്കാൻ പോകണം. ക്രീം ഉണ്ടാക്കുന്നതിന് മുമ്പേ ആദ്യം പാന് നല്ല ഹീറ്റ് ചെയ്യണം. നല്ല ഹീറ്റായി ഇപ്പോൾ പാന്, നല്ല ചൂടുണ്ട്. കാരണം നല്ല ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഒഴിക്കണം. കാരണം നല്ല ഹീറ്റിൽ നമ്മൾ ബട്ടർ ആദ്യം മെൽറ്റാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ബട്ടർ ബേണായി പോവും. കരിഞ്ഞുകൊണ്ട് പേരിന് കുറച്ച് സൺഫ്ലവർ ആദ്യം ഒഴിക്കണം. എന്നിട്ട് ഫ്ലെയിം മീഡിയം ആക്കിക്കോണം അപ്പം തന്നെ. ഇല്ലെങ്കിൽ ഈ പരിപാടിയാണ് ഏറ്റവും റിസ്ക് പരിപാടി. കാരണം ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞാൽ തീർന്നു. അമ്മ 11-ാം തീയതി അല്ലേ അമ്മ പഞ്ചമി? അപ്പം ആ 2-3 ആ കണക്കാക്കി തന്നെ പ്ലാൻ ചെയ്യും. ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. ബട്ടർ പതുക്കെ മെൽറ്റ് ആവണം. ആകുമ്പോൾ ബട്ടർ കരിയൂല. ചില്ലി ഫ്ലേക്സ് നോർമലി യൂസ് ചെയ്യാറില്ല ആൾക്കാർ, പക്ഷെ നമ്മൾ
നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം. നമുക്ക് നിനക്ക് അങ്ങനത്തെ സാധനം തന്നെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ഇത് വേണം. അതുകൊണ്ടാണ് ചില്ലി ഫ്ലേക്സ് ഇടുന്നത്. നമ്മൾ അടുത്ത് കുറച്ച് ഇത് ഗാർലിക്ക്. അമ്മ ഇത് കോൺഫ്ലവർ തരും അമ്മ. മൈദപ്പൊടി കുറച്ച് അടുത്തപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒന്ന് നല്ലൊരു ഇതിനകത്ത് നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ വേണം വന്നിട്ടുണ്ട്. നമുക്ക് ക്രീം ഒഴിക്കാം. രണ്ടെണ്ണം 500 ml. ഇത് 250 ആണ്. ക്വാണ്ടിറ്റി കൂടുതൽ 250 ആണ്. നമ്മൾ മുളക് ഇട്ടുകൊണ്ടാണ്. നല്ല സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. ഇനി പാലെടുത്തോ. കുറച്ച് മതി. ഇനി അടുത്ത് ഗ്രൈൻഡ് ചീസ് കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ കട്ടി കൂടാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ഭയങ്കര കട്ടി കൂടണേ പതുക്കെ പാല് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അൺഹെൽത്തി ആയിട്ട് നമ്മളതിനകത്ത് എന്ത് ഉപയോഗിച്ച് ചീസ് പിന്നെ മൈദയല്ലേ പാസ്ത. അങ്ങനെ വേണം. അങ്ങനെ നമ്മൾ എന്നും കഴിക്കുന്നില്ല ഗൈസ്. ഇത് കുറെ നാളെ നമ്മൾ പാസ്ത. നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പിന്നെ ഇടണം. നോക്കിയിട്ട് ഇപ്പം കുറച്ച് കുരുമുളക് ഒരു സ്പിരിറ്റ് നമുക്ക് എടുക്കാം. കുരുമുളക് ഗായ്സ് അടുത്ത് നമ്മൾ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് നോക്കിയിട്ട് അതായത് വീട്ടുകാരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ഓൺ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ്. ഓക്കെ, ഇനി നല്ല തിക്കായി തുടങ്ങി. പിന്നെ അളിയാ നമുക്ക് പാസ്ത ഇടാം. താലവുമായി രാഹുൽ ശശികല ചാർത്തിയ ദീപാവലയം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ തട്ടമാണ് ഗൈസ്. ഇന്നത്തെ തന്നെ തട്ടോ തന്നെ അവര് തട്ടത്തോടെ അവര് നമുക്ക് നല്ല കാണാൻ രസമുണ്ട്. കൺസിസ്റ്റൻസി ഒക്കെ സെറ്റ് ആണ് ഗൈസ്. ചിക്കൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കൻ കൊണ്ട് കൊടുക്കാം. ചിക്കൻ കുറഞ്ഞു പോയേട്ടാ. ചിക്കൻ അടുത്ത് ഇത് മിക്സ് ചെയ്തതിനു ശേഷം അടുത്ത് ചിക്കനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചില്ല ചിക്കൻ അതിനെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ. പിന്നെ ശാലോ അല്ല ഫ്രൈ ചെയ്ത് അഖിലാണ് ഫ്രൈ ചെയ്തത്. ഈ വീട്ടിൽ എല്ലാരും അത് പ്രൊമോട്ട് ചെയ്യും ഗൈസ്. വേറെ നിവൃത്തിയില്ല. നോക്കി പറയണമെന്നുണ്ട്. ഞാൻ പറയാറുണ്ട് ഗൈസ്, ഇതൊക്കെ ഒന്ന് ഓവർ അല്ലേ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണം ആഡ് ചെയ്യാം. ലോലിവ് ആഡ് ചെയ്യാം, മഷ്റൂം ആഡ് ചെയ്യാം, പ്രോൺസ് ആഡ് ചെയ്യോ. ബീഫോ സീ ഫുഡ് ആഡ് ചെയ്യും. ബീഫൊക്കെ ആഡ് ചെയ്യും. വെജിറ്റബിൾസോ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇടാം. എന്ത് വേണം ആഡ് ചെയ്യാന്നാണ് നന്ദു പറയുന്നത് അല്ലേ. നന്ദു ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ പോയി. പഴയ ഊർജ്ജമൊക്കെ പോയി. ഗ്രേറ്റഡ് ചീസ്. ബാക്കി പാത്രം അവള് വീഡിയോ പിന്നെ നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ ഒരു ആഡ് ചെയ്തതാണ്. ഇന്ന് അവസാന സ്റ്റേജായപ്പോ ഒന്നും കൂടെ ആഡ് ചെയ്യാണ് ചീസ്. ഇതെന്തോ പാസ്തയാണ്? ചീസ് പാസ്തയോ ചിക്കൻ ചിക്കൻ ക്രീമി പാസ്ത. ചിക്കൻ ക്രീമി ആൽഫ്രെഡോ പാസ്ത. ചില്ലി ഫ്ലേക്സോ? ചില്ലി ഫ്ലേക്സ് കുറച്ച്. അയ്യോ ഭഗവാനെ,
അത് ഭയങ്കര എരിവായിരിക്കും. കുരുമുളക് ഇടാം. റബ്ബർ വേണ്ട, കുറച്ചും കൂടെ കുരുമുളക്. ഫ്ലേക്സും ഞാൻ കളിയാ. ഞാനേ കുറച്ചിട്ടോ, ജസ്റ്റ് ഇട്ടോ. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം കാണാൻ രസമായിരിക്കും. എല്ലാം കൂടെ ഒന്നും കൂടെ ഇടുവാണ്. തോന്നുന്നെങ്കിൽ എല്ലാരും വരെ ഇടുന്നു ഗൈസ്. ഇത് തോന്നണയൊന്നുമല്ല, കറക്റ്റ് തന്നെയായിരുന്നു. നമ്മൾ നന്ദുവിനാണ് ആദ്യം സെർവ് ചെയ്യാൻ. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. നന്ദുവിനാണ് നമ്മൾ ആദ്യം സെർവ് ചെയ്യുന്നത്. ആദ്യം നമ്മള് ഗണപതിക്കും. അത് നമ്മള് നന്ദുവാണ് ഇപ്പോൾ ഗർഭിണി, ബാലഗണപതി. ഫോർക്ക് ഭാര്യയ്ക്കില്ലേ സ്വന്തം കയ്യാലെ ചെയ്തു കൊണ്ടുവന്ന ഗർഭിണിയായ നന്ദു. ഗർഭിണിയെ അന്ന് എപ്പോഴും പറഞ്ഞതാണ്. 6 മാസം നല്ല ലേറ്റസ്റ്റ് ആയ നന്ദുവാണ് ആദ്യം കഴിക്കുന്നത്. നമ്മള് ബാലഗണപതി. ഇല്ല അങ്ങനെ ചൂടുന്നു, അങ്ങനെയല്ല, ഭയങ്കര ചൂടാണ്. കഴിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇല്ല, എന്താണോ റിവ്യൂ അത് പറ. മറ്റേ ബിരിയാണി കഴിക്കാൻ പോയതോ? ഇതിന് കോശം രാഹുൽ കണ്ട്രാക്ട്. ഞാൻ കഴിച്ചു, കൊള്ളാം. ഇവരൊക്കെ ഇവിടുത്തെ ഓഡിയൻസ് ആണ്. അത് മമ്മിക്ക് രാഹുല് കൊടുക്ക നോക്കട്ടെ. ഷെഫായ രാഹുല് മമ്മിക്ക് കഴി. നിങ്ങൾ ആരെങ്കിലും കഴിയും. ഇതാണ് ടെസ്റ്റർ. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ അല്ലേ, മധുര എരിവ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ. പറയാൻ വാക്കുകളില്ല. സ്പീച്ച്ലെസ്. പാസ്ത അങ്ങനെ എരിവ് വെച്ചോളില്ല. മെരിമകന്റെ കലാപിരുത് കട്ടിയായിപ്പോ അടച്ച് പാലൂടെ ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. കുറച്ച് ആവശ്യമുണ്ട്. അച്ഛൻ കിടക്കുമ്പോ കൊണ്ട് കൊടുത്തു. എരിവിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല ക്രീമി ടെക്സ്ചറാണ്. ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഉപ്പുണ്ട്, ക്രീമിയാണ്, പെർഫെക്റ്റ്ലി എല്ലാം കുക്കാണ്. സ്നേഹവും ഇത്രയും കഴിച്ചപ്പോഴേ വയറങ്ങുന്ന സോ ഗൈസ്, നമ്മുടെ പാസ്ത റെഡിയായി. അപ്പൊ ഇന്ന് കുറെ പേര് മറ്റേ മാറിയാണ് കേട്ടോ ഇന്ന് വ്ളോഗ് എടുത്തത്. അതിന്റെ ബാക്കിൽ ഒരു 100 ചലപ്പം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്ര വൃത്തിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പാസ്ത അങ്ങനെ ഒടുവിൽ എനിക്ക് 6 മാസത്തിന് ശേഷം പാസ്ത കിട്ടി. താങ്ക് യു. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.